ഇന്ത്യൻ ബൈക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു ഗ്രൂപ്പ് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഇന്ത്യൻ ബൈക്ക് റൺ 3 ആണ്. അപ്പോൾ ഇന്ന് നമ്മുടെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ബൈക്കിൽ നമ്മൾ പുതിയ വീട് മേടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വീട് മേടിക്കാൻ പോകുന്ന നമ്മുടെ മെയിൻ ആളാണ് നമ്മുടെ സ്വന്തം ഫ്രാങ്ക്ലിൻ. ശരിക്കുള്ള പേര് ഫ്രാങ്ക്ലിൻ എന്നല്ല, ശരിക്കുള്ള പേര് എന്താ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കൊടുക്കൂ. വാട്ട് ഈസ് ഒറിജിനൽ നെയിം ഓഫ് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവ് 3D ക്യാരക്ടറിന് അടിച്ചെടുത്ത് നോക്കൂ. ശരിക്കുള്ള പേരും കൊണ്ട് എനിക്കറിയാമായിരുന്നു, പക്ഷേ ഞാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ കണ്ടന്റിലോട്ട് നമുക്ക് തിരിച്ചെടുക്കാം. അപ്പോൾ എന്താ സംബന്ധം വെച്ചാൽ നമ്മളിന്ന് പുതിയൊരു വീട് മേടിക്കാൻ പോവാണ്. അപ്പോൾ ആ വീട് ഏതാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം. സ്പീഡിലോട്ടാണ് ഞാൻ സ്പീഡിലാണ്. ഇതേ കാണുന്ന വീടാണ് ഗൈസ്. എൻ്റെ ഡ്രോണിന് ഭയങ്കര സ്പീഡാണ്. എത്തി നമ്മൾ ഇടിച്ചില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് വീട്, നമ്മുടെ വീട് ഇതാണ്. ഫോട്ടോ പുറത്ത് ഈ വീടിൻ്റെ ഫ്രണ്ട് വശം എന്താ പുറത്ത് പോയി. വെയിറ്റ് എ മിനിറ്റ്. പക്ഷെ നമ്മൾ അടിവശം നോക്കിയേ, വോയിഡിലോട്ട് ഇറക്കി വെച്ചേക്കണത്. ഗൈസ് വോയിഡിലോട്ട് ഇറക്കി വെച്ചേക്കണേ. നമുക്ക് ബാക്ക് അടിക്കാം. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് നമ്മുടെ വീട് കണ്ടുപോകാനാണ് തോന്നുന്നത്. ശരിക്കും കണ്ടുപോകാന്ന് വിചാരിക്കണം. എൻ്റെ പൊന്നമ്മ വാതിലടയ്ക്കാൻ നേരത്ത് കുറച്ച് പതിയൊക്കെ അടക്കി കഷ്ടപ്പെട്ട വീഡിയോ എടുക്കണം. ഓക്കെ ഗൈസ്, നമുക്കപ്പോൾ നോക്കാം. ഒരു മിനിറ്റ്, ഞാൻ ഒഴിവായി ഓണാക്കാൻ മറന്നു. കാരണം നമ്മളെ പിഞ്ചാനാണെങ്കിൽ നമ്മുടെ മറ്റേ ഈ മൈക്കിളുടെ വീട്ടിൽ ഡോറേമോൻ്റെ കൂടെ കളിക്കാൻ പോയതായിരുന്നു. പിന്നെ ഷിൻചാനാണെങ്കിൽ ഇവിടെ ടി വി ആണെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് കളിക്കാൻ മാത്രമേ പറ്റുള്ളൂ, ടി വി ആണെന്നില്ലാന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീട്ടിലോട്ട് നമുക്ക് പോവാം. ആദ്യം നമുക്ക് വീട് മേടിക്കാനായിട്ടുള്ള നമ്മുടെ ലെസ്റ്ററിൻ്റെ അടുത്തുനിന്നാണ് നമ്മൾ വീട് മേടിക്കേണ്ട അയാളാണ്. മറ്റേ ലെസ്റ്റർ ഫ്രണ്ടാണ്, നമ്മുടെ ഫ്രണ്ട് ലെസ്റ്ററാണ്. രണ്ടും ഒന്ന് തന്നെ, ലെസ്റ്റർ ഫ്രണ്ടും ഫ്രണ്ട് ലെസ്റ്ററും. ആരുമില്ലല്ലോ ഫ്രണ്ടിൽ. ഉണ്ട്. പതിയെ പോടാ. ക്രിസ്റ്റൊക്കെ ഇപ്പോൾ സ്പീഡ് കൂടി, മൈലേജ് പണ്ടത്തെ ക്രിസ്റ്റയ്ക്ക് പിടിച്ചനെ. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, പണ്ടത്തെ ക്രിസ്റ്റയ്ക്ക് 1 ലിറ്ററിന് 8 കിലോമീറ്ററേ പോകുള്ളായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ ക്രിസ്റ്റയ്ക്കോ വണ്ടി ഇടിച്ചില്ല. ഒരു ലിറ്ററിൽ 25 ലിറ്റർ പോകും, അല്ല 25 കിലോമീറ്റർ പോകും. അല്ല 25 ഞാൻ സെർച്ച് ചെയ്തിട്ട് വരാം കേട്ടോ. എൻ്റെ പൊന്ന കേസ് 25 അല്ലാട്ടാ, ഇപ്പം വീണ്ടും കൂടി. 30ൻ്റെ തൊട്ടടുത്തും കണ്ടായി. ഗസായി 10 സെക്കൻഡ് സമയം തരാം. 1 ആ സ്ഥലം എത്തി. എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ പറയാം. 28 കിലോമീറ്റർ സ്ഥലം എത്തി. ഇനി നമുക്ക് ലെസ്റ്ററിനോട് സംസാരിച്ചിട്ട് വരാം. വണ്ടി ഇടിക്കരുത് എൻ്റെ പൊന്നളിയാ, വണ്ടി ഡ്രിഫ്റ്റിംഗ് ആണ് പൊളി. വണ്ടി ഇടിക്കില്ലല്ലോ. ഓ പ്രോ ഡ്രൈവറുടാ, ബോണറ്റ് പോലും കാണാതെ ഞാൻ ഓടിച്ചത്. എന്നാൽ സ്റ്റിയറിംഗിൽ ഇങ്ങോട്ട് തിരിച്ചിടാം, ഇതെനിക്കിഷ്ടം. തീർച്ചയായിട്ടും ഇറങ്ങാം. എന്നിട്ട് അതിന് നമുക്ക് ലെസ്റ്ററിനോട് സംസാരിച്ചിട്ട് വരാം. ഇത് ലെസ്റ്ററിൻ്റെ പുതിയ വീടാണ്. ഇതിൽ കൂടെ കയറാൻ പറ്റില്ല. ലെസ്റ്ററിനോട് സംസാരിച്ചിട്ട് വരാം. മുകളിലാണ് അവൻ്റെ ഓഫീസ്, താഴെയുള്ള അവൻ്റെ വീട്. സംസാരിച്ചിട്ട് വരാം. അയ്യോ, ഞാൻ മോളിൽ നിന്ന് കൊണ്ടെടുത്ത് ചാടിയതാ കഴിച്ചത്. കാണുന്ന ചോരയാക്കി സോയ സോസ് എടുത്ത് തേച്ചൊക്കെയുണ്ട്. ഇതിൽ കൂടെ പോയി പറ്റി. പിന്നെ കേസ് നമ്മുടെ ലെസ്റ്റർ പറഞ്ഞു വീട് ഉറപ്പായിട്ടും എടുത്തോളാൻ. ആദ്യം വീട് നോക്കിയതല്ല, എന്നാൽ ഫുള്ളൊന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അവിടെ സൗകര്യങ്ങളൊക്കെ കുറവാണെങ്കിൽ കുഴപ്പമില്ല, വേറെ വീട് സെറ്റാക്കി തരാമെന്നാണ് പറഞ്ഞത്. പിടിച്ചാ എൻ്റെ പൊന്നളയാ പ്രോ ഡ്രൈവർ. മരടിക്കും ഇടിച്ച്
അല്ല ഇടിച്ചില്ല, മരം ഇടിക്കില്ല, കാരണം ഞാൻ ഓടിക്കണ വണ്ടി. ഓക്കെ, ഇടിച്ചില്ല. ഇടിച്ചാ അതാണ്, ഇടിച്ചില്ല. നമുക്ക് നേരെ പോവാം. നേരെയാവ്. ഓക്കെ, നമുക്ക് നേരെ പോവാം. വണ്ടിയുടെ ഹോൺ ശരിയാക്കാനുണ്ട്, ഞാൻ തന്നെ സൗണ്ട് ഉണ്ടാക്കണം. പുല്ല് ഒരു മിനിറ്റ്. പുല്ല് വേണ്ട കിടക്കണം. ചിലപ്പോൾ ഈ പുല്ല് കൂടെ കിടക്കുന്ന പറഞ്ഞിരിക്കും. ഗേറ്റ് തുറക്കടാ, വണ്ടി ഇടിച്ചാൽ എടാ. വണ്ടി ഒരഞ്ഞ്, പക്ഷെ ഇടിച്ചില്ല. ഒരഞ്ഞ് മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീടൊന്ന് ഫുള്ള് പോയി കണ്ടോട്ട് വരാം. ഷിൻചാൻ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഒരു 6:30 അങ്ങാണ്ടായി. ഏകദേശം ഒരു 8 മണിയാകുമ്പോൾ എഴുന്നേൽക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീട് കണ്ടിട്ട് വരാം. ഓക്കെ ഗൈസ്, ഞാനങ്ങനെ വീടൊക്കെ കണ്ടിട്ട് വന്നു. സെറ്റപ്പ് വീടാണ്. ഞാൻ വിളിച്ച് പറഞ്ഞു മേടിച്ചേക്കാന്ന്. ഷിൻചാനെ വിളിച്ചുകൊണ്ട് വരണം. ഓക്കെ ഗൈസ്, ഞാനങ്ങനെ ഷിൻചാനെ വിളിക്കാൻ വന്നേക്കുവാണ്. ഞാൻ ഷിൻചാനെ വിളിച്ചിട്ട് കാണാം. ഓക്കെ ഗൈസ്, എനിക്ക് സന്തോഷമായി. എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഇപ്പോൾ പറയുന്നത് കേട്ട് നാളെ അവധിയാണ്, കാരണം നാളെ എക്സാമാണ്. അപ്പോൾ കുറച്ചുകൂടി പഠിക്കാൻ സമയം കിട്ടി ഗൈസ്. അപ്പോൾ നമുക്ക് സന്തോഷം. വീട്ടിലോട്ട് പോവാം. ഷിൻചാൻ ഇപ്പോഴും വണ്ടി കിടന്നുറങ്ങുക, ഡിക്കി കിടന്നുറങ്ങുമല്ലേ, എന്തൊരു സ്ഥലമാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണോട് എന്നോട് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് കിട്ടുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.